ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ സ്നാക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ബെസ്റ്റ് ഐറ്റമാണ്. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാനും ബെസ്റ്റാണ്. കുട്ടികളുടെ ഫേവറേറ്റ് ഐറ്റമാണ്. നിങ്ങളിൽ പലരും ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റം തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനമാണ്. പിന്നെ നമ്മൾ ബോംബെ ടോസ്റ്റ് എന്നോ ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ പറയാം. അത്യാവശ്യം മധുരമുള്ള ഒരു ഐറ്റമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്ക് വളരെ പെട്ടെന്ന് വിഭവത്തിലേക്ക് കിടക്കാം. നോക്കൂ, ഞാനൊരു 10 പീസ് ബ്രെഡ് കൊണ്ട് വെച്ചിട്ടുണ്ടോ. സാധാ ബ്രെഡാണ്, സ്വീറ്റ് ബ്രെഡ് തന്നെയാണ്. ബ്രെഡും പിന്നെ ഇതേ മുട്ട, പാല്, കുറച്ച് ബട്ടർ, പഞ്ചസാര ഒക്കെ തന്നെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓരോന്നും ഇടുമ്പോൾ അതിൻ്റെ അളവ് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വളരെ പെട്ടെന്ന് കടക്കാം നമ്മുടെ ഐറ്റത്തിലേക്ക്. ഇപ്പോൾ 10 പീസ് ബ്രെഡിന് ഒരു 5 മുട്ട ഞാൻ വെച്ചിട്ടുണ്ട്. മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ആദ്യം. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്ന ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് ഏലക്ക ഇടുക. നിങ്ങളിനി ഏലക്കാപ്പൊടി ഇല്ല, ഇനി എന്താ പറയുക വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാൻ ഏലക്കാപ്പൊടി ഇടുന്നു കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ലിറ്റർ പാലൊഴിക്കുന്നുണ്ട്. 250 ml ആണേ. ഇനി നമുക്ക് നടന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. പഞ്ചസാര നന്നായിട്ട് അലിയട്ടെ. അപ്പോൾ അവിടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ദോശപ്പാനാണ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത്. അത് ചൂടായിരിപ്പുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണേ. ബട്ടറോ നെയ്യായാലും കുഴപ്പമില്ല. ഇനി ബട്ടറും നെയ്യും ഇല്ലെങ്കിൽ സാധാരണ എണ്ണ നിങ്ങൾ ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇതൊന്നും ഉരുകട്ടെ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിച്ച മിക്സിലേക്ക് ഈ ബ്രെഡിനൊന്ന് മുക്കിയെടുക്കുക. ഒത്തിരി സമയം ആവരുത്, പൊടിഞ്ഞു പോകും. കറ്റിയ ടൈം ഒരു 3 എണ്ണം വെക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ 1 മിനിറ്റ് ഒന്ന് വെന്തതിന് ശേഷം 1 മിനിറ്റ് അതിനുശേഷം നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം, മറിച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു വശം 1 മിനിറ്റോളം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ആദ്യം വെച്ചത്. അത്രയും ചെറിയൊരു കളർ ചേഞ്ച് വന്നുകൊണ്ടോ, അത്രയും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ മറുവശവും 1 മിനിറ്റ് വേവട്ടെ, നമുക്ക് മാറ്റാം അതിനെ. അപ്പോൾ ഇതിൻ്റെ മറുവശവും വെന്തിട്ടുണ്ട് 1 മിനിറ്റ്. ഇത് ചൂടോടെ സെർവ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് കാസറോളിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അതാദ്യം നമുക്ക് ഒന്നായിട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത സെറ്റ് കൊടുക്കാം കേട്ടോ. ആദ്യം ബട്ടർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതുപോലെ 10 പീസും റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോംബെ ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് റെഡിയാണ്. ഇതേ വളരെ എമ്മിയായിട്ട് എല്ലാം കാസറോളിൽ വെച്ചിട്ടുണ്ട്. ആവി പറക്കുന്ന സാധനം അതുണ്ടോ. ഇത് ചൂടോടെ തന്നെ ഉപയോഗിക്കണം. നമുക്ക് ആദ്യം ഇതിനൊരു സർവിങ് ഡിഷിലേക്ക് വെച്ചിട്ട് എല്ലാം ഞങ്ങൾ ഒരുമിച്ച് കഴിക്കേണ്ട പരിപാടിയാണ്. നല്ല ചൂടാട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കട്ടെ, കാരണം ഇതിൻ്റെ ചൂട് പോയാലും ടേസ്റ്റ് പോകും കേട്ടോ. നമ്മുടെ ബോംബെ ടോസ്റ്റ് വളരെ ഈസിയാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഉറപ്പായിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയമാവുമെങ്കിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുമായിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.